ശുദ്ധ അസംബന്ധമാണ്. ഇപ്പം ഞാൻ ഇവിടുന്ന് എണ്ണീറ്റ് വന്നിട്ട് നിങ്ങളുടെ മടിയിലിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിര് കിടക്കുന്നത്. അയാളെപ്പോലെ ഒരാൾ കൊണ്ടുവരുന്ന സ്റ്റഡി ഒരു കാലത്തും ശാസ്ത്രമല്ല. കാരണം അയാളൊരു വിശ്വാസിയാണെന്ന് അവിടെ വെച്ച് തന്നെ അപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നത്. വിശ്വാസിക്ക് എന്ത് പഠനം? എന്തെങ്കിലും ഒരു നിലപാടുള്ളൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ഈ അതിര് മാഞ്ഞു പോയതൊക്കെ അതൊക്കെ അഗ്നി പറഞ്ഞ മണ്ടത്തരമൊക്കെയാണ്. ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. അതിലുള്ളവർ അതിരറിഞ്ഞ് പെരുമാറുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. മദ്യവും മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ മദ്യം വളരെ എസ്റ്റാബ്ലിഷ്ഡായ മയക്കുമരുന്നായിട്ട് ഇരിക്കുകയും വലിയ വ്യവസായമായി മാറിപ്പോയപ്പോഴാണ് മറ്റ് സാധനങ്ങൾ വന്നാൽ അവരുടെ കച്ചവടം താരും എന്നറിയുന്നത് കൊണ്ടാണ് ഈ കാണുന്ന സംഭവം. അത്രയേ ഉള്ളു. നിങ്ങൾ നാട്ടിലെ സമ്മതമില്ലാത്ത ഗർഭം ഉണ്ടാകുമ്പോൾ അലസിപ്പിക്കത്തില്ലേ? അമ്മയുടെ സ്നേഹത്തോടെ പോയി അപ്പം അത് ആ കുട്ടിയെ നല്ലതുപോലെ ഇങ്ങനെയാണ് ഇത് വെറുതെ പറയും. അമ്മ അങ്ങ് സ്നേഹിക്കുകയാണെന്നൊക്കെ പറയരുത്. കാലെ പിടിച്ച് അടിക്കുന്ന അമ്മമാരില്ലേ? അമ്മാവൻ അടിച്ചു കൊന്നിട്ടല്ലേ ശ്രീകൃഷ്ണന്റെ ചേട്ടന്മാരെല്ലാം ചത്തുപോയത്? ഏത് സ്ത്രീയെ പോലെ തന്നെയാണ് വീട്ടിനകത്ത് പെണ്ണ് കാണാൻ വരുന്നവരുടെ മുന്നിൽ നിൽക്കുന്നത്. അത്രയും അധമമായി സ്വന്തം തെരഞ്ഞെടുപ്പുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകളാക്കി മാറ്റിയാണ് നിസ്സഹായരാക്കുന്നത്. കനി സ്വന്തമായി ജീവിക്കാനുള്ള കഴിവുള്ളവളായിരുന്നു എന്നുള്ള ഒരൊറ്റ പ്രോസസ്സ് മാത്രമേ ഞാൻ അവിടെ ചെയ്തിട്ടുള്ളൂ. അല്ല, ഞാനും ജയശ്രീയും കൂടെ വിവാഹം കഴിക്കാതെ ജീവിച്ചത് അവൾ അങ്ങ് വിഷമിച്ച് അവിടെ കടന്നുപോയായിട്ട് ഞാൻ എന്തായാലും അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. Introducing Lulu Holidays, your one-stop travel partner. Holidays for families, couples, and solo travelers. With Lulu Holidays, it's not just travel, it's an experience to remember. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ആഴങ്ങളിൽ ഇന്ന് മൈത്രേയൻ. നമസ്കാരം സാർ. നമസ്കാരം. മൈത്രേയൻ സാർ മുന്നോട്ട് വെക്കുന്ന അറിവുകളും ബോധ്യങ്ങളും അതിൽ അനുകൂലമല്ലാത്ത പ്രതികൂലമായ നിലപാടുള്ള ഒരു വിഭാഗം മലയാളികൾ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ഹാഷ്മി അവതരിപ്പിച്ച ഹാഷ്മിയും രാഹുൽ ഈശ്വറും തമ്മിലുള്ള സംവാദം, ആ ഒരു ജനകീയ കോടതി എന്ന ഷോയ്ക്ക് ശേഷം മൈത്രേയന് കിട്ടുന്ന സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആ പ്രോഗ്രാമിൻ്റെ കമൻസിലാണെങ്കിലും കിട്ടുന്ന ഒരു അനുകൂലമായിട്ടുള്ളൊരു നിലപാടുണ്ട്. ആ കമൻസിലാണെങ്കിൽ തന്നെയും ഇപ്പോൾ മൈത്രേയൻ ഫാൻസിൻ്റെ എണ്ണം കൂടിയിരിക്കുന്നു. മാത്രമല്ല അജ്ഞാതമായ അറിവുകളിലേക്ക് നമ്മളെ നടത്തിക്കുന്ന ഒരു ചിന്തകൻ എന്നാണ് സാറിനെ കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. സാറിന് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? സത്യത്തിൽ ഞാൻ കമൻസ് കാര്യങ്ങളൊന്നും നോക്കാറ് അങ്ങനെ ചെയ്യാറില്ല. എല്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സംസാരിച്ച കാര്യം കേട്ട് പിന്നെ അതിൻ്റെ മേളിൽ അങ്ങനെ ചിന്തിക്കാനായിട്ട് സത്യത്തിൽ ഞാൻ ശ്രമിക്കാറില്ല. ഇപ്പം കൂടുതൽ പേര് അങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് 2-3 കാരണം ഉണ്ടാകാം. പ്രധാനമായ കാരണം എന്ന് പറയുന്നത് ഈ ആളുകൾക്ക് ഈ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗുസ്തികൾ ഇഷ്ടമാണ്. നമ്മുടെ അത് വാക്കുകൊണ്ടായാലും ശരി, നമ്മൾ കളികൾ ടെന്നീസ് ഇതുപോലുള്ള അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതുകൊണ്ട് ആ ഒരു ജയപരാജയങ്ങളുടേതായിട്ടുള്ള ഒരു കൗതുകം കൊണ്ട് ആളുകൾ കൂടുതൽ പേരും അങ്ങനത്തെ ഒരു എണ്ണത്തിനകത്ത് അട്രാക്റ്റഡ് ആകാം. അതാണ് ഒന്ന്. പിന്നൊന്നുള്ളത്, ഇപ്പോൾ ഹഷ്മി എന്ന് പറയുന്ന പത്രപ്രവർത്തകനെ കുറേ നാളായിട്ട് അവതരിപ്പിക്കുന്ന സമയത്തെല്ലാം അവിടെ വന്നിരിക്കുന്ന ആളുകളെ മുഴുവനും വിഷമിപ്പിക്കുന്ന ഒരു, അയാൾ ജയിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം ഉണ്ടാകും. അപ്പോൾ അയാളോട് വ്യക്തിപരമായിട്ടൊക്കെ ഈ തരത്തിലുള്ള തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്കുള്ള വിരോധങ്ങൾ കാണാം. ഇത് ഫാക്ടേഴ്സ് ഉണ്ടാകും, നമുക്കത് കാണാനൊക്കത്തില്ല അങ്ങനെ. മറ്റൊന്നുള്ളത്, ഇപ്പോൾ എന്നോട് തന്നെ ധാരാളം പേർക്ക് വിരോധമുള്ളവരില്ലേ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേണ്ടി ഒരു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗുസ്തി പിടിക്കുന്നവരുടെ ഒരു ഇത് കാണാനുള്ള സ്പെക്ടക്കിളിൽ ഇരിക്കുന്നവരുടെ ഒരു അഭിപ്രായം പോലെ അതിനെ ഒരു വശത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നൊന്ന് സംഭവിക്കാവുന്നത്, ഒരു 6-7 വർഷമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ ഈ ടെലിവിഷൻ മീഡിയയിലല്ല ആ പടം, എനിക്ക് തോന്നുന്നു 3 മണിയോ 4 മണിയോ കണ്ട പോയിട്ടുള്ളൂ. അത് തന്നെ ഈ ഫ്ലവേഴ്സിൽ തന്നെ പോയിട്ടുള്ളൂ. അല്ലാത്ത ടെലിവിഷനകത്ത് ഞാൻ രണ്ടാമത് സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം മറ്റ് ടെലിവിഷനകത്ത് പോയിട്ടില്ല. കാരണം ഞാൻ നീണ്ട ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂവിനകത്ത് മാത്രമേ ചെല്ലുള്ളൂ എന്ന് ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. വിളിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, മറ്റേ അന്തിച്ചത്തേക്ക് ഞാൻ വരില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മെയിൻ സ്ട്രീം മീഡിയയ്ക്കകത്ത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ സാധാരണ അല്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഓൺലൈൻ പത്രം ഇവരുടെ അടുത്താണ്, ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ഇതിനകത്താണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് സംസാരിക്കുന്നുണ്ട്.
അപ്പോൾ അതിങ്ങനെ പതുക്കെ പെർക്കുലേറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറയുന്നത്, വെള്ളം ഊറി ഇറങ്ങുന്ന പോലെ 4 വശത്തേക്ക് അതിങ്ങനെ ചെറിയ മഴ പോലെ അത് പരക്കുന്നുണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പറയുന്ന വിഷയങ്ങളിനകത്ത് സൂക്ഷ്മമായിട്ട് വേറെ പല വശങ്ങളും ഉണ്ട് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ എന്നെ പറയാൻ അനുവദിക്കാതിരിക്കുന്ന ഒരു ഫോർമാറ്റാണ് ഉണ്ടായത്. അതെ അതെ. അതാണ് അതിനകത്ത് എനിക്ക് തോന്നുന്നത്. ഈ ശ്രീകണ്ഠൻ നായർ ഒരു ഇത് നടത്തുന്നുണ്ടായിരുന്നു, ഒരു യാത്ര എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്ത് നിന്ന് കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ ഇതിനകത്ത് ലഹരിക്കെതിരെ. അപ്പോൾ ആ ചെയ്തതിന് വിരുദ്ധമായ ചില നിലപാടുകളാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അവരുടെ ആ പ്രവർത്തനത്തിന് ഒരു തടസ്സമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ വരുന്നു എന്ന് കണ്ടിട്ട് അതൊന്ന് ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ റീസൺ കാരണം ഈ വിഷയങ്ങൾ മാത്രമല്ല എന്നെ പേഴ്സണലായിട്ട് ആളുകൾ ആക്ഷേപിക്കുന്നതൊക്കെ അവിടെ എടുത്തു വെക്കുന്നുണ്ടല്ലോ. വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അപ്പോൾ ഒരാളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് അതിനകത്തുണ്ടെന്ന് ഞാൻ സംശയിക്കുകയാണ്. ഞാൻ അങ്ങനെ വാശിയോട് പറയുകയല്ല, പക്ഷെ അതിൻ്റെ ഒരു ലക്ഷണങ്ങളുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോൾ നടത്തുന്ന ഡിസ്കഷൻ എന്ന് പറയുന്ന ഒന്ന് ലഹരിയെ പറ്റിയുള്ള നിലപാടുകൾ എന്താണ്, ഞാനെടുത്ത അതിനേക്കാളും മെച്ചപ്പെട്ട നിലപാടുകളും അർത്ഥങ്ങളും പറയുക എന്നുള്ളതാണ് മറ്റൊന്ന് ചെയ്യാവുന്നത്. മറ്റത് യുദ്ധങ്ങളെ പറ്റിയുള്ള നിലപാടുകൾ. ഇത് രണ്ടുമാണല്ലോ വിഷയമായി ഉണ്ടായിരുന്നത്. അതും എൻ്റെ പേഴ്സണൽ ലൈഫും തമ്മിൽ എന്താണ്. അല്ല, ഇപ്പം സാറ് നേരത്തെയും ജനകീയ കോടതിയിൽ സാറും ഡോക്ടർ ജയശ്രീയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ പ്രോഗ്രാമിൻ്റെ ഒരു ഫോർമാറ്റ് സാറിന് പരിചിതമായിരിക്കുമല്ലോ. അതൊരു വിചാരണ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. ഒരു അഡ്വക്കേറ്റിന്റെ രീതിയിലായിരിക്കും അവതാരകൻ സംസാരിക്കുന്നത്, ഒരു ജഡ്ജി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന വാദങ്ങൾ അവിടെ ഖണ്ഡിക്കപ്പെടും എന്നുള്ളത് ആ ഒരു ഫോർമാറ്റിനെ കുറിച്ച് സാറിന് അറിയാം, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ സാർ അവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളൊരു വിമർശനവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് അവിടെ ഒരു ഡിസ്കഷൻ അല്ല നടന്നത്. ഒരാളെ ഇപ്പോൾ അവർ വിചാരണ ചെയ്ത് ശിക്ഷിക്കുക, പക്ഷെ ശിക്ഷ കഴിഞ്ഞിട്ടാണ് വിചാരണ വരുന്നത്. അതാണ് ഹാഷ്മി ചെയ്ത നമ്മൾ ആ തെറ്റെന്ന് നമുക്ക് പറയാനൊക്കുന്നത്. നിങ്ങൾ പറയുന്നതൊന്നും നടക്കത്തില്ല എന്ന് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഡിസ്കഷൻ ഇല്ലല്ലോ, കാരണം അയാൾ നിലപാടെടുത്തിട്ടുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോൾ വാദിക്കുന്ന 2 വക്കീലന്മാരുടെ പോയിന്റിലാണ് ഞാനും ഹാഷ്മിയും നിൽക്കുന്നെങ്കിൽ ഹാഷ്മിക്ക് ഞാൻ പറയുന്നത് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ വാദിക്കാനാകത്തില്ല. ഏതൊരു ഭാഗം വക്കീൽ നിങ്ങൾ പറയുന്നതിനകത്ത് ന്യായമുണ്ട് എന്നൊരു വക്കീൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥ കഴിഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ മറുവശത്ത് നിൽക്കാൻ ബാധ്യത വരും. അയാൾക്ക് ഞാൻ പറയുന്നത് ശരിയാണെന്ന് ബോധ്യമായാലും സമ്മതിക്കാനാകത്തില്ല. കാരണം അത് നിലപാടുകൾ കൊണ്ട് വരുന്നതാണ്. കാരണം നമ്മൾ വക്കീലന്മാർക്ക് അവരുടെ പ്രതിയെ രക്ഷിക്കുക എന്ന് പറയുന്നത് അയാൾ എടുക്കുന്ന ആ പ്രസ്ഥാനം എടുത്ത നിലപാടിനെ സംരക്ഷിക്കേണ്ട ആവശ്യം വരുന്നതുകൊണ്ടാണ്, അറിയാത്തതുകൊണ്ടല്ല അയാളുടെ. പക്ഷേ അത് അങ്ങനെ പറയുന്ന സമയത്ത് ഈ മറ്റേയാളുടെ വാദങ്ങളെ മാത്രമല്ല പറയുന്ന ആളിൻ്റെ ക്രെഡിബിലിറ്റിയും ചോദ്യം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് അത് ഡിസൈൻ ചെയ്തത്. അതാണ് ഞാൻ ഈ പറയുന്നത്. അല്ല, സാറ് അതിനകത്ത് പലതവണ ഹാഷ്മിയോട് പറയുന്നുണ്ടായിരുന്നു താങ്കൾക്ക് അസാമാന്യമായ വിവരക്കേടുണ്ട്. അത് അങ്ങനെ പറ്റത്തുള്ളൂ. നിലപാട് പറഞ്ഞതിന് ശേഷം നമ്മളൊരു ചർച്ച ചെയ്യുവാണെന്ന് പറയേണ്ട കാര്യം പറയുന്നു പിന്നെ പറയുന്നത്. മറ്റേതങ്ങനെയല്ല, നമ്മളൊരു വിഷയം വികസിക്കേണ്ടതുണ്ട്. എനിക്ക് അതിനെപ്പറ്റി പറയാനായിട്ട് പല വശങ്ങളും പറയാനുണ്ടായിരുന്നു. അത് പറയാൻ അവർ അനുവദിച്ചിട്ടില്ല. അപ്പോൾ അതൊരു എക്സ്പോസ് ചെയ്ത് നിശബ്ദമാക്കുന്ന യുക്തിയാണത്. അത് ഞാൻ റെസിസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാനത് തിരിച്ചത് പറയുന്നത്. അതിനകത്ത് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ റിസർച്ച് ഡേറ്റാസ് മുന്നോട്ട് വെച്ചപ്പോൾ സാർ അതിനെ വളരെയധികം നിസ്സാരവൽക്കരിക്കുകയും മാത്രമല്ല രാഹുൽ ഈശ്വറിനെ ചൂണ്ടി സാറ് പറയുകയും ചെയ്തു, അറിവുള്ള ആൾക്കാരുമായി സംവാദത്തിനാണ് എനിക്ക് താല്പര്യമുള്ളതെന്ന് പറഞ്ഞു. സാറിൻ്റെ ആ ഒരു വാക്കിൽ രാഹുൽ ഈശ്വർ വല്ലാതെ പ്രവോക്കാവുകയും മാത്രമല്ല രാഹുൽ ഈശ്വർ അതിനകത്ത് പറയുന്നുണ്ട് താങ്കൾക്കൊരു ഭാവമുണ്ട്, മൈത്രേയൻ മാത്രമാണ് അറിവുള്ള ആൾക്കാർ, ചുറ്റിനുമുള്ള ആൾക്കാരൊന്നും അറിവില്ലാത്തവരാണ് എന്നുള്ളൊരു വാദം രാഹുൽ ഈശ്വർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സാറിന് അവിടെ ഒരു രാഹുൽ ഈശ്വർ മുന്നോട്ട് വെച്ച റിസർച്ച് ഡേറ്റാസ് ആണെങ്കിലും രാഹുൽ ഈശ്വർ എന്ന പേഴ്സണെയും നിസ്സാരവൽക്കുന്ന രീതിയിലുള്ള ഒരു ചേഷ്ടകളും ഒരു ബോഡി ബിഹേവിയറും സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നൊരു സോഷ്യൽ മീഡിയ വിമർശനമുണ്ട്. അത് വിമർശനമല്ല, ഉള്ളതാണ്. ഞാൻ ചെയ്തതാണ്. അത് രാഹുൽ ഈശ്വർ എല്ലാ ദിവസവും വരുന്ന ടെലിവിഷനിൽ വരുന്ന ഒരാളല്ലേ. അപ്പോൾ അയാളുടെ പെർഫോമൻസസ് ഞാൻ പലത് വിശദമായിട്ട് കണ്ടിട്ടില്ലെങ്കിലും കണ്ടിട്ടുണ്ട്.
എന്തെങ്കിലും ഒരു നിലപാടുള്ളൊരു മനുഷ്യനായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാളിനോട് ഞാനൊരു ഡിസ്കോഷനില്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്. അയാളുടെ ഡേറ്റയെ ഒന്നും ഞാൻ നിഷേധിച്ചിട്ടില്ല, കാരണം ഞാനത് എടുത്തിട്ടില്ല. കാരണം അയാളത് അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് എടുക്കാത്തത്. അല്ല, ഡേറ്റയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടല്ല. അത് ഡിസ്കസ് ചെയ്തേനെ. അയാളല്ലാത്ത മറ്റാരെങ്കിലും അവിടെ ഇരുന്നില്ലെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്തേനെ. അതുകൊണ്ടാണ് അയാളെയാണ് ഞാൻ ഒഴിവാക്കിയത്. ഞാൻ അയാളെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്തത്. അല്ല, പക്ഷേ ഈ പരിപാടിക്ക് വരുന്നതിന് മുൻപേ എനിക്കറിയില്ല, രാഹുൽ ഈശ്വറാണ് വരുന്നത് അങ്ങനെ നമ്മൾ ചോദിക്കുന്നില്ലല്ലോ. ഇപ്പം നിങ്ങളാണ് വരുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് ആരാന്ന് അറിഞ്ഞുകൂടാതല്ലേ ഞാൻ വന്നിരുന്നത്. അത് വളരെ സ്വാഭാവികമായിട്ട് ഒരു ഫോർമാറ്റിൽ അവർ ചെയ്യുന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഇൻ്റലിജൻ്റായ ഒരാൾ അപ്പുറത്ത്. ഈ അറിവിൻ്റെ പ്രശ്നം പോലും അല്ല, വാല്യൂവിൻ്റെ പ്രോബ്ലമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അതൊരു വാല്യൂ ഉള്ള ഒരാളായിട്ട് ഞാൻ അയാളെ അനുഭവിച്ചിട്ടില്ല. അതാണ് അതിനകത്ത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് എപ്പോഴും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂ ഉള്ള ഒരാളായ പോലെ രാഹുലിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് അയാളുമായിട്ടൊരു ഡിസ്കഷൻ ഞാൻ തയ്യാറില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നിലപാടുള്ള ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്കും അറിയാം അയാൾ മാറത്തില്ല, അവിടെ നിൽക്കും, അയാൾ പറയുന്ന വരികളിൽ നിൽക്കും എന്നറിയുന്നുണ്ടല്ലോ. അതില്ലാത്ത മനുഷ്യരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ അയാളെ റിജക്റ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ അയാളുടെ ഒരു സ്റ്റഡിയെ ഞാൻ എടുക്കാത്തത്. അയാളെപ്പോലെ ഒരാൾ കൊണ്ടുവരുന്ന സ്റ്റഡി ഒരു കാലത്തും ശാസ്ത്രമല്ല. കാര്യം അയാളൊരു വിശ്വാസിയാണെന്ന് അവിടെ വെച്ച് തന്നെ അപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. വിശ്വാസിക്ക് എന്ത് പഠനം? അയാൾ എന്തിനാണ് ഈ ഹാർവാർഡും ഒക്കെ കൊണ്ടുവരുന്നത്? എന്തിനാ? അയാൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അതിലില്ലല്ലോ. അയാൾ അന്ധമായി ഒന്നിനെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ് വിശ്വാസിയാവുള്ളൂ. ക്രിട്ടിക്കലല്ല ഞാൻ എന്ന് പറയുന്നതാണ് ഒരാൾ വിശ്വാസിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സയൻറ്റിഫിക്കായ സാധനങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, ആർഗ്യുമെൻറ്റ്സ് നമ്മൾ അത് നിശിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അറിവ് ചെയ്യേണ്ടതുണ്ട്. അതൊരിക്കലും അയാൾക്ക് എത്താൻ ഒക്കത്തില്ല. കാരണം അയാൾ എന്നും വിശ്വാസിയായിട്ട് തുടരേണ്ട ആളല്ലേ. പിന്നെ അയാളുടെ അടുത്ത് ഞാനെന്തിനാണ് ഈ ശാസ്ത്രജ്ഞന്മാർ, അയാൾ പൊക്കിക്കൊണ്ടുവരുന്ന ശാസ്ത്രജ്ഞനെ അയാൾ പൊക്കിയ ഒരൊറ്റ കാരണം കൊണ്ട് നിഷേധിക്കേണ്ടി വരും. പിന്നെ എനിക്ക് ആ ശാസ്ത്രജ്ഞനെ എടുക്കേണ്ട കാര്യമില്ല. കാരണം അതിനെ ആ ശാസ്ത്രജ്ഞന്മാർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോണ്ടായിരിക്കും അയാൾ എടുക്കുന്നത്. അല്ലെങ്കിൽ അയാൾക്ക് എന്തിനാണ് എടുക്കേണ്ട ആവശ്യം? ശാസ്ത്രീയമായ അറിവാണെന്നുണ്ടെങ്കിൽ വിശ്വാസിക്ക് ഉപയോഗമില്ല. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അയാളുടെ ശാസ്ത്രീയമായ അത് 10 എടുത്താലും 25 എടുത്താലും ഞാൻ ശ്രദ്ധിക്കത്തില്ല. കാരണം അതെല്ലാം ഉന്നയിക്കുന്നത് അപ്പുറത്തിരിക്കുന്ന ആളിനെ നിശബ്ദമാക്കാനുള്ള തുറുപ്പ് ചീട്ടുകൾ മാത്രമാണ്. അല്ലാതെ അയാൾക്കതിനകത്ത് വിശ്വാസമില്ലാത്ത ആളാണ്. ആ പറയുന്ന കാര്യം അത്തരത്തിലുള്ള പ്രമാണങ്ങൾ ആളുകൾ ഉദ്ധരിക്കുന്നത് അവർക്ക് അതിനകത്ത് അറിവില്ലാത്തതുകൊണ്ട്. ഞാൻ പ്രമാണിയാണ്, അല്ലാതെ പ്രമാണം എനിക്ക് വേണ്ട. ഞാൻ ഈ പറയുന്ന കാര്യത്തിനകത്ത് ഞാൻ ജീവിച്ചും ചിന്തിച്ചും മനസ്സിലാക്കിയ ആളാണ്. എനിക്ക് വേറെ ആരെങ്കിലും പ്രമാണിയല്ല. ഞാൻ ആരെയും കോട്ട് ചെയ്യാറില്ല. നിങ്ങളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇന്ന ആൾ പറഞ്ഞു ഐൻസ്റ്റൈൻ ഇങ്ങനെ? ഐൻസ്റ്റൈൻ എനിക്ക് കോട്ട് ചെയ്യണ്ട. ഐൻസ്റ്റൈൻ പറഞ്ഞത് മനസ്സിലാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രമാണം എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാരണം കൊണ്ടാണ് പ്രമാണികളെ ആശ്രയിക്കേണ്ടി വരുന്നത്. നമുക്കറിയുന്ന കാര്യത്തിനകത്ത് നമ്മൾ എന്തിനാണ് വേറെ ഒരാളെ പ്രമാണിയെ നമ്മൾ ഉദ്ധരിക്കേണ്ട ആവശ്യം വരുന്നത്? അങ്ങനെ ലെജിറ്റിമേഷൻ സ്വയം ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞതാണ് ഈ വഴി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി? അപ്പോൾ നമ്മൾ ആരെയും ഉദ്ധരിക്കത്തില്ല. അച്ഛനും പറഞ്ഞതാണെന്ന് പറയേണ്ടി വരുമോ? ഇല്ല. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പറയുമ്പം അച്ഛൻ പറഞ്ഞ അച്ഛനാണ് അറിയാവുന്ന. യഥാർത്ഥത്തിൽ എനിക്ക് ആ അനുഭവമില്ല. എൻ്റെ അച്ഛൻ്റെ കുട്ടിക്കാലത്തെ പറ്റി അച്ഛൻ പറഞ്ഞത് നമുക്കറിയാവും. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു എന്ന് പറയേണ്ട ന്യായം വരും. നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയെപ്പറ്റി നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു എന്ന് പറയേണ്ട കാര്യമോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറയേണ്ട കാര്യം വരുമോ? ഉദ്ധരിക്കേണ്ടി വരുമോ? ഭഗവത്ഗീത കോട്ട് ചെയ്യേണ്ടി വരുമോ? ബൈബിൾ കോട്ട് ചെയ്യേണ്ടി വരുമോ? വീട്ടിലേക്കുള്ള വഴി അല്ല, ഓരോ മനുഷ്യരും അവർ ഓരോ അറിവുകൾ നേടുന്നത് പല രീതിയിലായിരിക്കുമല്ലോ. ഇപ്പം സാർ ഇപ്പോൾ ഒരാൾ പറഞ്ഞ കോട്ട് അത് അനുഭവിച്ച് സാറിൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരാളാണ്. പക്ഷെ വേറൊരു വ്യക്തി അറിവ് നേടുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം ആശ്രയങ്ങൾ നമുക്ക് അതിനെ പറ്റിയാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി നിങ്ങൾ വേറൊരാൾ പറഞ്ഞു, അയലത്തുകാർ പറഞ്ഞു എന്ന് പറയൂ. അയലത്തൊരു പ്രൊഫസറുണ്ട്, അദ്ദേഹവും പറഞ്ഞ് വീട്ടിലേക്കുള്ള വഴി ഇതാണെന്ന് പറയാറുണ്ടോ എപ്പോഴെങ്കിലും? പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി തന്നെ പറ. നിങ്ങൾക്കറിയുന്ന കാര്യം പക്ഷെ നമുക്ക് ഇതിനെ ഇങ്ങനെ ഈ രീതിയിൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ? കണിശമാണ്. അറിയുന്ന കാര്യത്തിന് നമ്മൾ വേറെ ഒരു കൊട്ടേഷനും പോകത്തില്ല.
അതാണ് ഞാൻ ഈ പറഞ്ഞിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രമാണം നമ്മൾ പഠിക്കുമ്പോഴാണ് പ്രമാണികളൊക്കെ ഉള്ളത്. പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രമാണികളെ പിന്നെ നമുക്ക് കാണിക്കണ്ട. വണ്ടി ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ ഓടിക്കാനും നമ്മൾ പഠിച്ച് നമ്മൾ ഈ അതുവരെ പഠിപ്പിച്ച നമ്മളെ പഠിപ്പിച്ച ഡ്രൈവറെക്കാളും നല്ല സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നവരായി മാറിക്കഴിഞ്ഞാൽ ആശാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയാളുടെ അടുത്ത് ആശാൻ എന്ന് വിളിക്കുന്നുണ്ടാകും. പക്ഷെ വേറൊരാൾ പറയത്തൊന്നുമില്ല വണ്ടി ഓടിക്കാനുള്ള അറിവ് എനിക്ക് ഇയാളിൽ നിന്ന് വന്നാണെന്ന് പറയുമോ? നമ്മളെ അക്ഷരം എഴുതാൻ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, അവരെല്ലാം നമ്മൾ ആശാനെന്ന് വിളിക്കും. പക്ഷെ സാഹിത്യം എഴുതി കവിത എഴുതുന്ന ഒരാൾ ഈ ആശാൻ പഠിപ്പിച്ച അക്ഷരമാണ് ഞാൻ എഴുതി വയ്ക്കുന്നതെന്ന് പറയുമോ? അങ്ങനെയില്ല. അതവിടെയാണ് ഞാൻ അതിൻ്റെ വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ് സ്വന്തം ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ഒരു പ്രമാണിയെ ആവശ്യം വരുന്നില്ല. അത്രയേ ഉള്ളൂ. സാർ, ഇപ്പോൾ കഞ്ചാവിനെ മയക്കുമരുന്നിനെയും കുറിച്ച് സാറ് മുന്നോട്ട് വെച്ച നിലപാട്, സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 24 ന്യൂസ് അവർക്ക് അവരുടേതായിട്ടുള്ള മയക്കുമരുന്നിനെതിരെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഞ്ചാവ് മയക്കുമരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അപ്പോൾ അതിനെതിരെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ സാറ് പറയുന്നത് കഞ്ചാവും മയക്കുമരുന്നും ലീഗലൈസ് ചെയ്യണമെന്നാണ്. മാത്രമല്ല, ഒരു കാര്യം നിരോധിക്കുകയാണെങ്കിൽ ഇതുപോലെ അവിടെ അണ്ടർവേൾഡ് വരും, മാഫിയ സംഘങ്ങൾ വരും എന്നും സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സാറ് പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, നമുക്ക് നിയന്ത്രിതമായ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് കഞ്ചാവും മയക്കുമരുന്നും നിരോധിക്കാൻ സാധിക്കുന്നത്? ആ ഒരു നിരോധിക്കുകയല്ല, അത് ലീഗലൈസ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? നിയന്ത്രിതമായ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കാൻ സാധിക്കുന്നത്? ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് വേണമെന്നാണ്, അതിൻ്റെ ഒരു എക്സിക്യൂഷൻ എങ്ങനെയാണ് ആയിരിക്കണമെന്നാണ് സാർ പറയുന്നത്? മദ്യം ഇപ്പം എങ്ങനെയാണ് കൊടുക്കുന്നത്? അല്ല സാർ, ഇപ്പൊ മദ്യം എങ്ങനെയാണ് കൊടുക്കുന്നത്? ഔട്ട്ലെറ്റ് വഴിയാണ് കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ചോദ്യത്തിന് ഇത്രയും വിശദീകരിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ മദ്യം മയക്കുമരുന്നിൽ ഒന്നാണ്. മദ്യം എങ്ങനെയാണ് നമ്മൾ നാട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നിക്കോട്ടിൻ ഏറ്റവും അഡിക്റ്റീവായ സാധനമാണ്. സിഗരറ്റ് എങ്ങനെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇത് രണ്ടും നിയമപരമായി കൊടുത്തുകൊണ്ടിരിക്കുകയും നിയന്ത്രിതമായി ഉപയോഗിക്കാനും അതിൻ്റെ അപകടങ്ങളെപ്പറ്റി പഠിപ്പിച്ചിട്ടാണ് അത് അതിൻ്റെ കവറിൽ സഹിതം എഴുതി വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളത്. കാരണം രണ്ട് സാധനം ഇവിടെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് മറ്റേതിനെ പേടിപ്പിച്ച് അത് ഈ രണ്ട് എന്ന് പറഞ്ഞാൽ സിഗരറ്റ് ലോബി, മദ്യ ലോബി, ഇവർ വളരെ എസ്റ്റാബ്ലിഷ്ഡാണ്. അതുകൊണ്ടാണ് മറ്റത് നിരോധിക്കുന്നത്. അല്ലാതെ അതിൻ്റെ ഭീകരത കൊണ്ടൊന്നുമല്ല. നമുക്ക് ലോകത്ത് അപകടകരമായ ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. അതെല്ലാം അതിനെപ്പറ്റിയുള്ള അറിവുണ്ടാകുകയും നിയന്ത്രിതമായി ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്ന് എഴുതത്തില്ല നമ്മൾ. അതെല്ലാം മോട്ടോർ സൈക്കിൾ നിരോധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിക്കും, ഹെൽമെറ്റ് വയ്ക്കാൻ പഠിപ്പിക്കും, കയ്യുറ ഉപയോഗിക്കാൻ പഠിപ്പിക്കും, കാലയിലെ മൂട്ടിന് പാഡ് വയ്ക്കാൻ പഠിപ്പിക്കും. ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ സ്പീഡിൽ ഓടിക്കുന്നത്. മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും 30 കിലോമീറ്റർ ഓടിക്കണമെന്ന് എഴുതി വയ്ക്കും, 50 കിലോമീറ്റർ എഴുതി വയ്ക്കും, 80 എഴുതി വയ്ക്കും, 100 എഴുതും, 120 എഴുതും. 250 കിലോമീറ്റർ തൊട്ട് 300 കിലോമീറ്റർ വേഗതയുള്ള കാറുകളല്ലേ അതല്ല. ഏതെങ്കിലും എവിടെയെങ്കിലും ഓടിക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ? അങ്ങനത്തെ ഒരു റോഡുണ്ടോ നമുക്ക്? ഇല്ല. അപ്പോൾ ഈ 250 കിലോമീറ്ററിൽ ഓടിക്കുന്ന ഇത്രയും അപകടകരമായ കാറ് മേടിച്ചത് എന്തിനാണെന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാറുണ്ടോ? ഒന്നുമില്ല. എല്ലാ സ്ഥലത്തും ഇവിടുത്തെ സ്പീഡ് എത്രയാണെന്ന് എഴുതി വയ്ക്കുന്നത് വഴിയാണ് വളരെ അപകടകരമായ കരികൊണ്ട് ഇടിച്ചാൽ കണിശം മരിക്കാവുന്ന ഒരു സാധനം. ലോകത്ത് മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വസ്തുവാണ് മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ കാശ് കൊടുത്ത് ദിവസവും മേടിച്ച് വീട്ടിൽ വയ്ക്കുന്നതല്ലേ. കണക്ക് മുഴുവൻ എടുത്തു നോക്കൂ. ലോകത്ത് ഇതുവരെ ലോകമഹായുദ്ധങ്ങളിൽ മരിച്ചതിനേക്കാളും കൂടുതൽ കാറും ഈ മോട്ടോർ സൈക്കിൾ ഇടിച്ച് മനുഷ്യർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്രയും അപകടകരമായ സാധനമാണത്. അത് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിച്ച് ഓരോ സ്ഥലങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോഴും അപകടം വരും. അത് മറ്റുള്ളവരെ കൊല്ലാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. ആൾക്കാർ മെയിം എന്ന് പറഞ്ഞാൽ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതെല്ലാം ആയിട്ട് എന്തുകൊണ്ടാണ് ഇതൊന്നും നിരോധിക്കാത്തത്? അത് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടാണ്. അത്തരമൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സമൂഹമാണോ നമ്മളത്? പിന്നെ ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന റെസ്പോൺസിബിൾ ആയത് എങ്ങനെയാണ്? അല്ല, ഈ വാഹനാപകടങ്ങൾ നിങ്ങൾ റെസ്പോൺസിബിൾ അല്ല എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും റെസ്പോൺസിബിൾ ആയ ആൾക്കാരെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇവരെയാണ് എൻ്റെ ചോദ്യം. ഈ റോഡിലെല്ലാം ലൈൻ വരച്ചു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ലൈൻ എന്തിനാണെന്ന്? ഏതെങ്കിലും ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പബ്ലിക് സ്പേസിലുണ്ടോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്നുണ്ട്. റീസെൻ്റായിട്ടുണ്ടായതാണ്, എത്രയോ വർഷമായി.
ഈ നാട്ടിൽ ആരെങ്കിലും സീബ്രയെ കണ്ട ഏതെങ്കിലും ഒരു വല്യമ്മയുണ്ടോ? നമ്മൾ ആലോചിക്കുക. വല്ല തിരുവനന്തപുരം സൂ പോയിട്ടുള്ള വല്യമ്മയുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഈ സീബ്ര ലൈൻ അല്ലേ റോഡിൽ വരച്ച് വയ്ക്കുന്നത്? അതെന്തിനാന്ന് ഏത് ഗ്രാമീണനറിയാം? ഇതൊന്നും ചെയ്തിട്ടില്ല. അല്ല സാർ, അപ്പം അത്തരത്തിലൊരു സമൂഹത്തിനകത്ത് നിങ്ങൾ പിന്നെ എന്തിനാ ഈ ചർച്ച? ഇപ്പൊ ക്രിമിനൽ ആരാണ്? അല്ല അതാണ് ചോദിച്ചത്. അപ്പൊ ആരാണ് ക്രിമിനൽ? ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്യാതെ പഠിപ്പിക്കാതിരുന്നത് ഇനി ക്രിമിനലാണ്. ആ ക്രിമിനൽസാണ് ഈ നിരോധിക്കുന്നത്. വേറെ ന്യായമൊന്നുമില്ല. അല്ലാതെ റെസ്പോൺസിബിൾ ആകത്തില്ല ജനങ്ങൾ എന്ന് പറയാനായിട്ട് ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ക്രിമിനൽസാണ്. ഇതുകൊണ്ടാണ് അത് പഠിപ്പിക്കാത്തത്. അല്ലെങ്കിൽ ആദ്യം അതല്ലേ പഠിപ്പിക്കണ്ടേ? അപ്പം അത് പഠിപ്പിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ട് എന്നിട്ടാണ് ലോകം മാറുന്നത്. സ്വയം ഉത്തരവാദിത്തം. അല്ലാതെ ക്യാമറ വെച്ച് ഈ നിരീക്ഷിച്ചിട്ട് ഫൈൻ അടിച്ച് കാശ് ഈ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പിടുങ്ങുക എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോൾ ഈ ക്രിമിനൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടുത്തെ മുഖ്യമന്ത്രി സാധ്യതയുള്ള ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറ്റായിട്ടൊന്നും ഇരിക്കണ്ട. ആൾക്കാരോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. രാത്രിയിൽ ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ടോ? എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? സ്റ്റിയറിംഗ് ബാലൻസ്, ഹാൻഡിൽ ബാലൻസ്, ഇത് രണ്ട് സാധനമല്ലാതെ ഡ്രൈവ് ചെയ്യാൻ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരൊറ്റൊരാളെ പോലും പഠിപ്പിച്ചിട്ടില്ല. ഈ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറിയിട്ട് അതിൻ്റെ പ്രോഡക്റ്റായിട്ട് നിങ്ങൾ വയലേറ്റ് ചെയ്യുമ്പം അവരെ ശിക്ഷിച്ചിട്ട് ഫൈൻ മേടിക്കുക എന്ന് പറയുന്ന തന്ത്രം ഉപയോഗിക്കുന്ന മനുഷ്യരാണ് കാണിക്കുന്നത്. ഈ പാവം പിടിച്ച മനുഷ്യരെ മുഴുവനും ജയിലിലിടുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിമിനൽ കുറ്റമാണ് ഈ ചെയ്യുന്നതല്ല എങ്കിൽ കഞ്ചാവ് വലിക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ രാസലഹരി ഉപയോഗിക്കുന്നവരെന്ന് പറയുന്നവർ, മദ്യം ഉപയോഗിക്കുന്നവർ അതുപോലെ തന്നെയാണ്. മദ്യം എന്ന് പറയുന്നത് മയക്കുമരുന്നിൽ ഒന്നാണ്. അതിന് മദ്യവും മയക്കുമരുന്നും എന്നുള്ള പേര് വന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആലോചിക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരുന്ന് പറയുന്നത്. മദ്യവും മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ മദ്യം വളരെ എസ്റ്റാബ്ലിഷ്ഡായ മയക്കുമരുന്നായിട്ട് ഇത് ഇരിക്കുകയും വലിയ വ്യവസായമായി മാറിപ്പോയപ്പോഴാണ് മറ്റ് സാധനങ്ങൾ വന്നാൽ അവരുടെ കച്ചവടം താരും എന്നറിയുന്നത് കൊണ്ടാണ് ഈ കാണുന്ന സംഭവം മുഴുവൻ. സാർ, ഞാൻ മറ്റൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ നിലവിൽ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ചെറുപ്പക്കാർ, നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊന്നും അല്ല, ഇവിടുത്തെ സ്വാമിമാരാ അതൊക്കെ കഴിക്കുന്നത്. നിങ്ങളെ പറയുന്നത് ഈ നാട്ടിൽ വെറുതെ ഇങ്ങനെ പറയരുത്. ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരൊന്നും അല്ല കഴിക്കുന്നത്. റോഡ് മുഴുവൻ കിടക്കുന്ന ഈ വയസ്സന്മാർ മുഴുവൻ പിന്നെ എവിടെ നിന്നാണ് വരുന്നത്? ഈ മദ്യം മുഴുവൻ മേടിച്ച് കഴിക്കുന്ന ആരാണ്? ഓക്കെ, ആരും ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞാൽ മതി. അതിന് ഈ ചെറുപ്പക്കാരെ രക്ഷിക്കുന്ന യുക്തിയൊന്നും പറയണ്ട. ഓക്കെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും കഞ്ചാവ് ഉപയോഗിക്കുന്നവരും ഇപ്പോൾ ഇത് ലീഗലൈസ് ആക്കുകയാണെങ്കിൽ ഈ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം അത് വല്ലാണ്ട് അങ്ങ് സ്പൈക്ക് ആവില്ലേ? ഇല്ല. നിങ്ങൾ എന്താണ് മയക്കുമരുന്ന് ഉപയോഗിക്കാത്തത്? മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത ഇവിടുത്തെ സ്ത്രീകളെല്ലാം ഈ ഇവിടെ പോയിട്ട് ക്യൂ നിന്ന് മദ്യമൊക്കെ മേടിക്കാത്ത എന്താ? പറഞ്ഞാൽ മതി. സുലഭമായി കിട്ടുന്നുണ്ടല്ലോ. അല്ല, ഇപ്പോഴും ഔട്ട്ലെറ്റിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. അപ്പൊ മിണ്ടരുത്. അപ്പൊ ആ പറയുന്ന സാധനം എത്രയാണ് മനസ്സിലാക്കണ്ടേ? ഈ നാട്ടിനകത്ത് ഇത്രയും ഡിവിഷൻ, സ്ത്രീകൾ മുഴുവനും വീട്ടിനകത്തിരിക്കുകയും അവരെല്ലാം സുലഭമായി കിട്ടുന്ന സാധനം സിഗരറ്റാണല്ലോ. എന്താ മേടിച്ചു എല്ലാവരും ഇവിടുത്തെ മുഴുവൻ പേരും വലിക്കാത്ത? നമുക്ക് കൃത്യമായിട്ടറിയാം ഒരു 10% അതെല്ലാം ചെയ്യുന്നത്. അത് ആണായാലും പെണ്ണായാലും അത്രേ ഉള്ളൂ. അല്ലാതെ കിട്ടുന്ന കാരണം കൊണ്ട് എല്ലാവരും കൂടെ അങ്ങ് കഴിക്കുകയൊന്നുമില്ല. ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എല്ലാ മാടക്കടയിലും കഞ്ചാവ് കിട്ടുമായിരുന്നു. ഞങ്ങളാരും വലിക്കാറില്ല. എല്ലാവർക്കും അറിയാം, പറയും ഇത് കുഴപ്പം പിടിച്ചതാണെന്നറിയാം. അതുകൊണ്ടാണ് നിരോധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതാണ് ഞാൻ ഈ പറയുന്നത്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലമാണത്. നിരോധിക്കുമ്പം ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് എങ്ങനെങ്കിലും കഴിക്കാനാണ് അഡിക്ഷൻ ഉള്ളതാണ്. അപ്പോൾ അവർ നിർബന്ധമായിട്ടും അത് തിന്നുമ്പോൾ ഇതിന് വില കൂടും. വില കൂടുമ്പം വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന എല്ലാവരും അതിനകത്തേക്ക് വരും. ആ വരുമ്പം അതിൻ്റെ വില ഓരോ ദിവസവും കൂടും. കാരണം നിരോധിച്ചിരിക്കുന്ന സാധനമാണ്, രഹസ്യമായിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ വളരെ വലിയ ഒരു സാമ്രാജ്യം അണ്ടർവേൾഡ് എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് അങ്ങ് രൂപപ്പെടും. അല്ല, അത് സാറ് പറഞ്ഞ ശരി തന്നെയാണ്. പക്ഷേ സാറ് നേരത്തെ പറഞ്ഞല്ലോ സാറിന്റെ ചെറുപ്പത്തിൽ കടയിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങാൻ സാധിക്കുമായിരുന്നു. മയക്കുമരുന്നല്ല, കഞ്ചാവ് വാങ്ങാൻ സാധിക്കുമായിരുന്നു. പക്ഷേ സാർ അത് ഉപയോഗിച്ചില്ല. കാരണം അതിന്റെ ദൂഷ്യഫലങ്ങളെ പറ്റി വലുതായിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല. എല്ലാവർക്കും അറിയാം മദ്യത്തിനെ പറ്റിയും സാധനങ്ങളെ. മദ്യം ഇതുപോലെ തന്നെയാണ്. അല്ല, അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിട്ടാണ് സാർ അത് യൂസ് ചെയ്യാതെ തന്നെ. അറിവ് നാട്ടിലുണ്ട്, ഇതിനെപ്പറ്റി എല്ലാ അറിവുണ്ട്. പക്ഷെ അങ്ങനെ അറിവില്ലാത്തത് ഉണ്ടായത് ഈ നിരോധിച്ചത് കൊണ്ടാണ്. ഇപ്പൊ ഈ ഉപയോഗിക്കുന്ന സാധനം ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതാ. നിങ്ങൾക്ക് ഞാൻ എഴുതിയ സാധനം ഈ നാട്ടിൽ തന്നെ ഉണ്ട്. ഇവിടുത്തെ പത്ര ഓഫീസിലൊക്കെ കാണും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ട് നടന്നിട്ടില്ലാത്തതുകൊണ്ടാണ്.
ഈ ചാരായം നിരോധിച്ചപ്പോൾ ഞാൻ എഴുതിയതാണ്, വിശദമായിട്ട് എഴുതിയാണ്. AK ആന്റണിയെ കണ്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങളൊരു ക്രിമിനൽ സമൂഹത്തിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ തിക്തഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. വ്യാപകമായി ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊടുക്കുന്ന സമൂഹമായിട്ട് ഇത് മാറും. അതുകൊണ്ട് നിരോധിക്കരുത്. നിയന്ത്രണത്തിൻ്റെ യുക്തികളെ പാടുള്ളൂ. നിരോധിച്ചാൽ അഗ്രസീവായിട്ട് സെയിൽ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ വലിക്കുന്നതും ഉപയോഗിക്കുന്നതും 10 പേരെ ഉള്ളെങ്കിലും അവരത് വലിയ വിലയ്ക്ക് മേടിക്കാൻ ബാധ്യത വരുമ്പം മേടിക്കാനായിട്ട് വേണ്ടി തന്നെ വിൽക്കും. സാറത് പറഞ്ഞ ശരി തന്നെയാണ്. പക്ഷേ ഈ ചാരായം നിരോധിച്ചത് കൊണ്ട് വലിയൊരു വിഭാഗം സ്ത്രീ സമൂഹം AK ആന്റണിക്ക് അനുകൂലമാവുകയും സ്ത്രീ സമൂഹം അല്ല ഉണ്ടായിരുന്നു, വിവരമില്ലാത്ത സമൂഹം ഉണ്ടായി എന്ന് പറഞ്ഞാൽ മതി. അതാണ് പറയുന്നത്. അവിടെ വീണ്ടും ഈ സ്ത്രീ സമൂഹം എന്തുകൊണ്ടാണ് ഇത് കഴിക്കാതിരിക്കുന്നത്? വിവരം കൊണ്ടാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ടാണ്, ചെയ്യാനുള്ള അവകാശം ഇല്ലാത്തതുകൊണ്ടാണ്, റോഡേ നടക്കാൻ അവർക്ക് അവകാശം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അവർ പുറത്തിറങ്ങാതിരിക്കുന്നത്. അതുപോലുള്ള ന്യായങ്ങളല്ലത്. പള്ളിയിൽ ഉള്ള ആൾക്കാർ ഉപദേശ കമ്മിറ്റി നടത്തിയിട്ടുണ്ടാക്കുന്ന സാധനമാണ്, അല്ലാതെ ആണുങ്ങൾ ഉപയോഗിക്കുന്ന സാധനമൊന്നുമല്ല മദ്യം. വേറെ രാജ്യങ്ങളിലെല്ലാം നിങ്ങൾ പോയാൽ മതി, എല്ലാവരും ഉപയോഗിക്കും. അവരെല്ലാവരും നിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്, വീട്ടിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഒരു വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കഴിക്കുന്ന കണ്ട അപ്പം പറയും നീ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നു എന്ന് പറയും. അങ്ങനെയാണ് നിയന്ത്രണം പഠിക്കുന്നത്. അതിന് പകരം നിരോധിച്ച സാധനം ആളുകൾ രഹസ്യമായിട്ട് ഉപയോഗിക്കുമ്പം യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു ലോകം രൂപപ്പെടും. ഈ രൂപപ്പെടുമെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ അന്ന് എഴുതുകയും പറയുകയും ചെയ്തിട്ട്. ഞാൻ 2005 വരെ പൊതുപ്രവർത്തനം ചെയ്തിട്ടുണ്ട് ആളാണ്. ആ സമയം മുഴുവൻ ഞാനിത് പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ഗവൺമെൻറ്റിനും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇവർക്കാർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. അത് ഈ മദ്യം വിൽക്കുന്നവരും ഈ സിഗരറ്റ് വയ്ക്കുന്നവരും ഇത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തീരുമാനിക്കും. കാരണം അവരുടെ സാധനം വിൽക്കും. സാർ, ഇതിന് മറ്റൊരു വശവും കൂടിയല്ലേ? കാരണം ഇപ്പോൾ സർക്കാർ ഇത് ലീഗലൈസ് ചെയ്യുകയാണെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ സൂയിസൈഡ് കൂടിയല്ലേ? കാരണം അത് വേറെ വിഷയമാണ്. നിങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റിനെ രക്ഷിക്കുന്നതിന് വേണ്ടി പറയുന്ന ന്യായം എന്നുള്ളതല്ലാതെ നിങ്ങൾ ഇന്ത്യയിലെ ഞാൻ സംശയത്തിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത് 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ചെയ്യാൻ എങ്ങനെ പറ്റും? ആര് പൗരനാകാനുള്ള അറിവ് കൊടുത്തിട്ടാണ് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ചെയ്തത്? പറ. ജാതി മതം അനുസരിച്ച് വോട്ട് കൊടുക്കുന്ന ജനങ്ങളല്ലേ ഇപ്പോഴും ഉള്ളത്? എവിടെയാണ് വിദ്യാഭ്യാസം കൊടുത്തിട്ടുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചിട്ടുള്ള ഒരു ക്ലാസ് റൂമുണ്ടോ? ഒരു സ്കൂളുണ്ടോ? ഇതിനെയാണ് നിരുത്തരവാദപരമെന്ന് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ പറയുന്നതുകൊണ്ടല്ല ഈ പ്രശ്നം ഉണ്ടാകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ 1950 ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരൊറ്റൊരാൾക്ക് പോലും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടില്ലാതാണ് അത് ഡിക്ലെയർ ചെയ്തത്. നാട് തകർന്ന് തരിപ്പണമായി പോകണമല്ലോ നിങ്ങളുടെ ന്യായം അനുസരിച്ചിട്ടാണെങ്കിൽ. കരണ്ട് കെട്ടഴിച്ച് വിട്ടു കഴിഞ്ഞല്ലോ. അടിമകൾക്കെല്ലാം സ്വാതന്ത്ര്യം കൊടുത്തില്ലേ? അങ്ങനെ സംഭവിക്കത്തില്ല. കരണ്ട് എബ്രഹാം ലിങ്കൻ്റെ അടിമ നിരോധിച്ച ഡിക്ലറേഷൻ ഉണ്ടായ സമയത്ത് അതിനകത്ത് വീടുകളിനകത്തും ഈ തോട്ടങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അടിമകളായിട്ട് ജോലി ചെയ്തിരുന്നവർ പെട്ടെന്ന് എല്ലാവരും സ്വാതന്ത്ര്യരായി. റോഡിൽ വന്ന് എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞു. എല്ലാവരും തിരിച്ച് ഇതേ വീടുകളിലും ഇതേ തോട്ടത്തിലും തിരിച്ചു പോവുകയാണ് ചെയ്തത്. കാരണം നിങ്ങളോട് റോഡിലിറങ്ങി നടക്കണമെന്നോ കാർ ഓടിക്കണമെന്നോ, നിങ്ങൾക്ക് കാർ ഓടിക്കാൻ അവകാശം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനൊക്കത്തില്ല. ഇതേ കാരണം കൊണ്ടാണ് കൂട്ടിലിട്ട് വളർത്തിയ ആളുകൾ തുറന്നു വിട്ടാൽ പറക്കത്തില്ല, കൂട്ടി തിരിച്ചു കയറത്തേ ഉള്ളൂ. ഇവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥലം. അതുകൊണ്ട് സ്വാതന്ത്ര്യം ഡിക്ലെയർ ചെയ്തുകൊണ്ട് മാത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരോ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരായിട്ട് ആരും മാറത്തില്ല. നമ്മൾ ഈ നിരോധിക്കുന്ന സമയത്തുണ്ടാകുന്നത് ക്രിമിനലൈസേഷനാണ്. അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലാതെ ലീഗലൈസ് ചെയ്ത നിങ്ങളുടെ കയ്യിൽ കാശില്ലാതെ ഞാൻ എല്ലാവരും കാറ് മേടിക്കാൻ അനുവദിച്ചു. നിങ്ങൾ എല്ലാവരും കാറ് മേടിക്കുമോ? മേടിക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ സ്ഥലം. അതുകൊണ്ടാണ് അങ്ങനെ സ്വാതന്ത്ര്യം ഡിക്ലെയർ ചെയ്യുന്ന കാരണം കൊണ്ട് ലഭിക്കുന്നതല്ല. അത് ഉപയോഗിക്കാനും ചെയ്യാനും പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സ് ഉണ്ട്. അത് ചെയ്യാതിരിക്കുന്നതിനുള്ള ഉത്തരവാദിത്തത്തിന് വേണ്ടിയാണ് എളുപ്പ വഴി എന്നുള്ള നിലവാരത്തിലാണ് ഈ നിരോധിക്കുന്നത്. സാർ, നമുക്ക് സാറ് പറഞ്ഞല്ലോ ഈ നിരോധനം ഒന്നിൻ്റെയും ഒരു പരിഹാരമല്ല, നിരോധിക്കുന്നതിലൂടെ കൂടുതൽ ഇതുപോലെ ക്രിമിനൽസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നതെന്ന്. സാർ, നമുക്ക് ചില കാര്യങ്ങൾ നിരോധിക്കേണ്ടതായിട്ടില്ലേ? ഉദാഹരണത്തിന് ചൈൽഡ് പോർണോഗ്രാഫി. അത് ഞാൻ പറയുന്നത് ഈ ചൈൽഡ് പോർണോഗ്രാഫിയൊക്കെ നിരോധിക്കുന്ന യുക്തി കൊണ്ടല്ലത്. പോർണോഗ്രാഫി നിരോധിക്കുന്നതിൻ്റെ അകത്ത് അതിനെയാണ് നിയന്ത്രണം എന്ന് പറയുന്നത്. ഒരാള് സ്വയം ചെയ്യുന്നതാണോ അല്ലയോ എന്ന് പറയുന്നത്. ഇത് പോർണോഗ്രാഫി നിരോധിച്ച സ്ഥലമാണ് ഇവിടെ. നിങ്ങൾ കാണുമോ? നിരോധിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ കാണാതെ?
ഇത് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇത് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണെന്ന് തോന്നുന്നു. ചൈൽഡ് പോർണോഗ്രാഫി മാത്രമേ ഉള്ളൂ ഞാൻ കാണാത്തത്, ബാക്കിയെല്ലാം ഞാൻ കാണുമെന്ന് പറയുന്ന ഒരു മലയാളിയെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമോ? നിരോധിച്ചിരിക്കുന്നതാണല്ലോ ചൈൽഡ് പോർണോഗ്രാഫി നിരോധിച്ചുകൊണ്ട് ഞാൻ കാണത്തില്ല, പക്ഷെ ബാക്കിയെല്ലാം ഞാൻ കാണും എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. അതാണ് ഇതിൻ്റെ ഈ മോറലിസ്റ്റിക് ആയിട്ട് ഈ വിഷയങ്ങൾ പോകുന്ന സമയത്ത് എല്ലാവരും ശ്വാസം മുട്ടിയിരിക്കും എന്നുള്ളതല്ല, അത് രഹസ്യമായി ചെയ്യുന്ന ലോകം രൂപപ്പെടും എന്നാണല്ലോ ഈ പറയുന്നേ. അല്ലാതെ നിങ്ങൾ നിരോധിക്കണം. ഞാൻ പറഞ്ഞാൽ 250 കിലോമീറ്ററിൽ വണ്ടി ഓടിക്കാനായിട്ട് എവിടെയെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ? വണ്ടി നിരോധിച്ചിട്ടില്ല, അതാ ഈ പറയുന്നേ. മോട്ടോർ സൈക്കിൾ വെച്ച് ഇടിച്ചിട്ടില്ലേ, കൊന്നിട്ടില്ലേ, വൈകല്യം ഉണ്ടാക്കിയിട്ടില്ലേ, ഇതെല്ലാം നടക്കുന്ന സ്ഥലമല്ലേ. അത് നിരോധിക്കുകയല്ലല്ലോ നമ്മൾ ചെയ്തത്. നിയന്ത്രണത്തിൻ്റെ യുക്തികളുണ്ട്. ഇതാണ്. അപ്പോൾ നമ്മൾ 18 വയസ്സിലുള്ളവരുമായിട്ട് മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റത്തുള്ളൂ, കരാറുണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് നിയന്ത്രണം. നിരോധനം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുതെന്ന് പറയുന്നതാണ്. ഇതാണ് പ്രശ്നമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളിത് മനസ്സിലാക്കി. ഞാനീ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ നടത്തുന്ന ഈ ഡിസ്കഷനാണ് ഹഷ്മി എൻ്റെ അടുത്ത് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഞാൻ പറയുന്നത് കംപ്ലീറ്റ് തെറ്റാണെന്ന് ആദ്യമേ പറയുന്നത് കാരണം കൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പോകാൻ പറ്റാത്തത്. നമുക്ക് നിയന്ത്രണം എന്ന് പറയുന്നത് നിരോധനമായി മാറുന്ന പോയിൻ്റാണത്. വണ്ടി ഓടിക്കുമ്പം നിയന്ത്രിതമായി ഓടിക്കുന്നതാണ് നിരോധനമായി മാറും. അപ്പോൾ 250 കിലോമീറ്റർ ഓടിക്കാൻ ഒക്കുന്ന മോട്ടോർ സൈക്കിൾ നമ്മൾ 120-ലാണ് ഇവിടെ ഓടിച്ചോണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ. അതിനുള്ള റോഡേ ഇവിടെ ഉള്ളു. ഇങ്ങനെയാണ് നിയന്ത്രണം വരുന്നത്. അപ്പോൾ 18 വയസ്സിൽ കൺസെൻറ്റ് കൊടുക്കാനായിട്ടുള്ള അവകാശം കൊടുത്തിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചൈൽഡ് പോർണോഗ്രാഫി ഉണ്ടാകത്തില്ല. രഹസ്യമായിട്ടുണ്ടായി ഇതെല്ലാം ഉണ്ടാവും. കാരണം ആർക്ക് ഉത്തരവാദിത്വം പറയാൻ പറ്റും? അതാണ് അതിൻ്റെ അത് പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലം. മറ്റേതങ്ങനല്ല. കുട്ടികളെ കൊണ്ടുപോയി അടച്ചിട്ട് രഹസ്യമായി ചെയ്യുന്ന, കാരണം ഇതിന് ഭയങ്കര വിലയും ഭയങ്കര ആയിട്ട് വരുമാനം ഉണ്ടാകുന്ന സാധനമായിട്ട് മാറും. ഇപ്പം മാർക്കറ്റിനകത്ത് ലഭിക്കുന്ന സാധനം 1 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും മേടിക്കുമോ? കിട്ടാതാക്കുമ്പോഴാണ് അതുണ്ടാകുന്നത്. അപ്പോഴാണ് രഹസ്യമായ ലോകം ഉണ്ടാകുന്നത്. ഇത് നമ്മൾ ഇന്ന് അഡ്മിനിസ്ട്രേഷൻ അറിയാവുന്ന ഏത് മനുഷ്യനും ഞാൻ ഈ പറയുന്നത് മനസ്സിലാകും. ഇത് അറിഞ്ഞുകൂടാതെ മോറലിസ്റ്റിക് ആയിട്ട് ഈ വിഷയങ്ങൾ എടുക്കുന്നവരായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാത്തത്. നിയന്ത്രണം കൊണ്ടാണ് ഒരു കാര്യം നിരോധിക്കുന്നത്, അല്ലാതെ ചെയ്യരുതെന്ന് പറയുന്നത് വഴിയല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടല്ല ഈ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ബേസിക്സ് ഇതാണ്. നിരോധനം എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യ ലോകം ഉണ്ടാകും എന്നാണ് ഞാൻ ഈ പറയുന്നത്. സാറ് പറഞ്ഞത് വ്യക്തമാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ലോകത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ ഞാൻ എന്നൊരു വ്യക്തി എന്നെ വേദനിപ്പിക്കുന്നവരെയും മുറിപ്പെടുത്തുന്നവരെയും എന്നെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്നവരെയും അവർക്ക് ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ ഞാനൊരു ബൗണ്ടറി ഇടാറുണ്ട്. കാരണം അവരെന്നെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടും എൻ്റെ നന്മ ആഗ്രഹിക്കാത്തവരെയാണ് അവർക്ക് ഞാനൊരു അതിർത്തി എൻ്റെ ലൈഫിൽ ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലുള്ളൊരു അതിർത്തിയാണ് നമ്മൾ ഈ രാജ്യങ്ങൾ തമ്മിൽ. സിമ്പിളാണ്. ഇത്രയാണ് ഈ പറയുന്നത്. ഞാനീ പറയുന്നത് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കാൻ ഒക്കത്തില്ല എന്ന് ഏത് കുഞ്ഞും അനുസരിക്കും. അവരനുസരിക്കാതാകുന്ന ഒരു പ്രായമുണ്ട്. അവിടെയാണ് നമ്മൾ അറിവ് കൊടുത്തു തുടങ്ങും. ഇത് അപകടമാണ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു കുട്ടി ഈ സ്വിച്ചിനകത്ത് വിരലിടാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ പിടിച്ചു മാറ്റും. പ്രായമാകുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? നീ അതിനകത്ത് ഇട്ടാൽ നിന്റെ അടിക്കും, സ്വിച്ച് ഇടാനാണ് പഠിക്കേണ്ടത്, അത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ എടുക്കാൻ. ഇങ്ങനെ പഠിപ്പിക്കുക ചെയ്യുന്നത്. അല്ല, കറണ്ട് അടിച്ച് ചത്തുപോകുന്ന ഒരു കറണ്ടല്ലേ വീട്ടിലുള്ളത്? വീട്ടിലെങ്ങനെ കറണ്ട് ഉപയോഗിക്കും? മരിക്കാൻ പറ്റുന്ന സാധനമല്ലേ? അല്ല, അത് സാറ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിലല്ല. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയെ കുറിച്ച് സാറ് സംസാരിച്ചിട്ടുണ്ട്. അറിയോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കോണ്ടെക്സ്റ്റ് ഡിഫറെന്റ് ആയി. അത് ശരി. നമ്മൾ ഇതുവരെ ഞാൻ ആദ്യത്തെ വിഷയത്തിനകത്ത് കോണ്ടെക്സ്റ്റ് ഡിഫറെന്റ്. ഞാൻ പറഞ്ഞു ഈ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ നമ്മളെ. അപ്പൊ നമ്മളൊരു അതിർത്തി എന്തായാലും വരയ്ക്കും. അതിർത്തി ആ വിഷയം ഇതുപോലെയാണ്. ആ വിഷയത്തിനകത്തും ഇതേപോലെ ഡിസ്കഷൻ നടക്കാതെ പോയത്. അതെ, അതുപോലെയാണ് നമ്മൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി. നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശുദ്ധ അസംബന്ധമാണ്. നമ്മൾ അതിർത്തി എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇവിടുന്ന് എണ്ണീറ്റ് വന്നിട്ട് നിങ്ങളുടെ മടിയിൽ ഇരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിര് കിടക്കുന്നത്. അല്ലാതെ നമ്മൾ തമ്മിൽ 2 കസേരയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ല, നിങ്ങളെ കണ്ട ഉടനെ നിങ്ങളുടെ മടിയിൽ ഇരിക്കണമെന്ന് ഞാൻ ആലോചിക്കത്തില്ല. ഇത് നമ്മൾ ഈ അതിരുകൾ എന്ന് പറയുന്നത് മനുഷ്യ സഹജം എന്നുള്ളതല്ല, ജീവി സഹജമായ അതിരുകളുണ്ട്. ആ അതിരുകൾ എല്ലാ സമയങ്ങളിലും ഉണ്ട്. തിരക്കുള്ള ബസ്സിനകത്ത് ആളുകൾ തമ്മിൽ മുറിവുറുക്കും. കാരണം തിരക്ക് കാരണമാണെന്ന് എല്ലാവർക്കും അറിയാം. കാലെ ചവിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല.
നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സന്ദർഭത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അതിര് ഉള്ള മനുഷ്യരെ പറ്റി, അതിലുള്ള ജീവികളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിരില്ലായ്മയല്ല. ഞാൻ ഈ അതിര് മാഞ്ഞു പോയതൊക്കെ അതൊക്കെ അഷ്മി പറഞ്ഞ മണ്ടത്തരമൊക്കെയാണ്. ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. അതിരുള്ളവർ അതിരറിഞ്ഞു പെരുമാറുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ തിരുവനന്തപുരവും കൊല്ലം ഉണ്ടാക്കുന്ന എന്തിനാ? യുദ്ധത്തിനാ? അല്ല, അത്രയും ലളിതം അത്. ഇത്രയേ ഉള്ളത്. അഡ്മിനിസ്ട്രേഷൻ എന്ന് നമ്മൾ പറയും, ഗവേണിംഗ് എന്ന് നമ്മൾ പറയും. ക്രമീകരണത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന അതിരുകളാണത്, അല്ലാതെ അതിരില്ലാതിരിക്കുന്നതല്ല. സാർ അങ്ങനെ അപ്പൊ ഉദ്ദേശിച്ചിട്ട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ്. വിവരമില്ലാത്ത മനുഷ്യന്മാർ, പണ്ടത്തെ സ്വാമിമാരാണ് ഈ അതിരില്ലാതെ സ്നേഹിക്കാം എന്നൊക്കെ പറയുന്നത്. ഞാനതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്നെ കൊണ്ട് ഈ വിഷയം പറയിപ്പിക്കാതെ അസംബന്ധം പറയുന്നതുകൊണ്ടായിരുന്നു ആ ചർച്ച അങ്ങനെ പോയത്. ലോകത്തിന്റെ ഏറ്റവും വലിയ കാതലായ സ്ഥലമാണ്, ജീവനാണ് ആദ്യമായിട്ട് പ്രപഞ്ചത്തിനകത്ത് അതിരുണ്ടായത്. ഞാനും പ്രപഞ്ചവും എന്നുള്ള അനുഭവത്തിനാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിരില്ലാതെ മാഞ്ഞു പോകുമെന്നൊക്കെ അതൊക്കെ വേദാന്തികളാണ് പറയുന്നത്. അതിരില്ലാതെ ഞാൻ ബ്രഹ്മമായെന്നൊക്കെ പറയുന്നതൊക്കെ അവന്മാർ പറഞ്ഞത് മണ്ടത്തരമാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടുപേരുണ്ട്, അതിരുകളുണ്ട്. അതിരറിഞ്ഞു പെരുമാറുന്നതിനും സഹകരിക്കുന്നതിനുമാണ് നമ്മൾ പറയുന്നത്. അല്ല അതിരില്ലാതെ പെരുമാറാനല്ല പഠിപ്പിക്കുന്നത്. സാർ, ഇപ്പം ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടന്നിരിക്കുകയാണ്. അപ്പോൾ ഇറാനെതിരെ ആക്രമണം നടത്താനുള്ളൊരു പ്രധാന കാരണം അവിടെ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം, അതായത് ആണവായുധത്തിന് മുന്നോടിയായിട്ടുള്ള യുറേനിയം സമ്പുഷ്ടീകരണം അതിപ്പോൾ 90% പൂർത്തിയായിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇസ്രായേൽ ഇറാനെതിരെ ഇപ്പോൾ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. സാർ, ഇപ്പോൾ ആണവായുധങ്ങളെക്കുറിച്ചും ആ ചർച്ചയിൽ സാറ് പരാമർശിക്കുകയുണ്ടായിരുന്നു. ഏതൊരു രാജ്യവും ആണവായുധം നിർമ്മിക്കുന്നത് അവരുടെ ഒരു ഡിഫെൻസീവായിട്ടുള്ള ഒരു പ്രോസസ്സിന് വേണ്ടിയല്ലേ? അല്ല, ഒരു സാധനമില്ല. അതൊക്കെ അങ്ങനെ ഇങ്ങനെ, ഇതാണ് അസംഷൻ എന്ന് പറയുന്നത്. ആണവായുധം ഉണ്ടാക്കുന്നത് അപകടമാണെന്നുണ്ടെങ്കിൽ ഇസ്രയേൽ എന്തുകൊണ്ടാണ് അമേരിക്ക ആക്രമിക്കാത്തത്? അല്ല, ഇസ്രായേൽ പിന്നെ അത് ഈ പറയുന്ന ന്യായം കൊണ്ടല്ലോ. ചൈന എന്താ ആക്രമിക്കാത്തത്? അല്ല സാർ, അമേരിക്ക ഓൾറെഡി ഒരു അവരുണ്ടാക്കി പോയത് കാരണം കൊണ്ട് എന്താണ് ഒരു ആണവ രാഷ്ട്രമാണ്. ഇതല്ല. അപ്പൊ ഈ ആണവ അമേരിക്ക എല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് ഈ ഉണ്ടായ രാജ്യങ്ങൾ മറ്റുള്ളവരെ നിയന്ത്രിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന ന്യായമേ ഉള്ളൂ. വേറെ ന്യായമൊന്നുമില്ല. അല്ലാതെ ലോകത്ത് ആറ്റം ബോംബ് ഉണ്ടാക്കി ഇട്ട ഏക രാജ്യം അമേരിക്കയാണ്. കുറ്റവാളി അവർ മാത്രമേ ഉള്ളൂ ലോകത്ത്, വേറെ ആരുമില്ല. ആദ്യം ഇടേണ്ടത് അവരുടെ മണ്ടല്ലേ എല്ലാവരും. അതെന്താ ഇടാത്തെ? അതുകൊണ്ട് ഈ ന്യായമൊക്കെ അതാണ്. അപ്പൊ അമേരിക്ക പോലെ ശക്തമായ ഒരു രാജ്യത്തിന് ഞാൻ പറഞ്ഞ അമേരിക്ക ഇട്ടതിന് തെളിവുണ്ടെന്ന്. അമേരിക്ക മാത്രമാണ് തെളിവുള്ളത് ഇട്ടതിന്. ഉണ്ടാക്കി ഇടുകയും ചെയ്ത ഏക രാജ്യം അമേരിക്കയാണ്. ക്രിമിനലായിട്ടുള്ള ലോകത്തൊരു ക്രിമിനൽ രാജ്യം ഉണ്ടെങ്കിൽ അത് അമേരിക്കയാണ്, വേറെ ആരുമല്ല. നിങ്ങളുടെ കയ്യിൽ ആയുധം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ തെളിവ് ഞാനിത് ചെയ്യില്ല എന്നുള്ള നിലപാടാണ്. ആണവായുധം എന്ന് പറയുന്നത് ഇടാതാകുന്നതിൻ്റെ റീസൺ വേറെ ആയുധങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ ആൾക്കാരല്ല. അപ്പോൾ യുദ്ധം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഈ രാജ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അത് വേറൊരു വിഷയമാണ്. ആണവായുധം ഉപയോഗിക്കുന്നത് ഇടാനായിട്ടല്ല, ത്രട്ടൻ ചെയ്യാനാണ്. തോക്ക് ചൂണ്ടിയിട്ട് ഒരു കള്ളൻ വന്നിട്ട് നമ്മുടെ പുറത്ത് ഇങ്ങനെ തോക്ക് ചൂണ്ടിയിട്ട് പറയും, എടുക്കാൻ പറയും, പേഴ്സ് എടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ പറയാണ് നിങ്ങൾ വെടിവെച്ച് കൊന്നിട്ട് എടുത്തു. സത്യത്തിൽ കള്ളൻ കരഞ്ഞു പോകും. കാരണം അയാൾക്ക് കൊന്ന കേസ് വേറെയാ, മോഷണ കേസല്ലത്. ത്രട്ടൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. തോക്ക് വെടിവെച്ച് കഴിഞ്ഞാൽ കൊല്ലാൻ ഉദ്ദേശിച്ചെന്നും പിടിക്കപ്പെടുന്ന കള്ളൻ ജീവപര്യന്തം ശിക്ഷയ്ക്ക് പോവും, തൂക്കിക്കൊല്ലുന്നിടത്തൊക്കെ പോവും. അതേസമയത്ത് മോഷിച്ചിട്ടേ ഉള്ളെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം തൊട്ട് 6 മാസം വരെയുള്ള ശിക്ഷയേ ഉള്ളൂ. ഇത് കള്ളന്മാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ പിച്ചാത്തി അവർക്ക് ആരെങ്കിലും കൊല്ലണമെന്ന് ആഗ്രഹമില്ല, എടുക്കണമെന്നേ ആഗ്രഹമുള്ളൂ. അപ്പോൾ അവർ ത്രട്ടൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ സംഭവങ്ങളെല്ലാം. ഇതുപോലാണ് ആറ്റം ബോംബ്. ഉണ്ടാക്കിയവനെല്ലാം ഞങ്ങൾ ഇടും എന്ന് പറയുന്നത്. ഇടാനൊക്കാതായിപ്പോയത് നാഗസാക്കിയും ഹിറോഷിമയും ഉണ്ടായപ്പം ആദ്യമായിട്ട് പഠിച്ചു യുദ്ധത്തിനൊരു എക്കണോമിക്സ് ഉണ്ട്. നമ്മൾ തോപ്പിക്കുന്ന രാജ്യം നമ്മുടേതാക്കാൻ പറ്റും. പക്ഷേ ഈ ആണവായുധം ഇട്ട സ്ഥലത്തേക്ക് നമുക്ക് ആർക്കും അടുത്ത 25 വർഷത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് ഇത് ഇടാതിരിക്കുന്നത്. അത് വെച്ച് കാണിച്ച് പേടിപ്പിക്കാൻ പറ്റുമെന്ന് അറിയുന്നതുകൊണ്ടാണ് സത്യത്തിൽ അത് ഇടാതെ. അതുകൊണ്ടാണ് സകല ചർച്ചയും ആണവായുധം ഇല്ലാതാക്കുന്നതിന്. കാരണം പ്രയോജനം ഇല്ലെന്ന് അവരറിഞ്ഞുകൊണ്ടാണ്. അവരുടെ ശത്രുതയോ മര്യാദകളോ തീർന്നിട്ടില്ല. അവർ ഇതുപോലല്ലാത്ത ചെറിയ ലിമിറ്റഡ് ആണവായുധം ഉണ്ടാക്കാൻ വരെ ശ്രമിച്ചായിരുന്നു ഒരു സമയത്ത്. അത് കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇല്ലാത്തത്. മുഴുവൻ
ആയുധങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് മറ്റുള്ളവരുടെ ഉപദ്രവിക്കാൻ പറ്റുന്ന എന്താണ് ആയുധങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാ. അതുകൊണ്ട് ഈ ഇറാൻ സമ്പുഷ്ടീകരിക്കുന്ന കാരണം കൊണ്ടൊന്നും അല്ല ഇസ്രയേൽ ചെയ്യുന്നത്. അത് ആ ന്യായമൊക്കെ ഇസ്രയേലുകാർ പറഞ്ഞാൽ മതി, നമ്മൾ പറയണ്ട. നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്, ആ ഒരു അനുവാദവും ഇല്ലാതെ ഒരു 90% ആണവായുധം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. അത് ആരെങ്കിലും സംസാരിക്കുന്നില്ലല്ലോ. അത് തന്നെയാണ്. അപ്പൊ ഇസ്രയേലുകാരനെ സംബന്ധിച്ചോളം മറ്റുള്ളവരുടെ തലയിലെ ബോംബിടാൻ കൊള്ളത്തില്ലെന്ന് അറിയുന്നതാണ്. അതുകൊണ്ട് വേറൊരാൾ ഉണ്ടാക്കാതിരിക്കാൻ അവർ നോക്കുന്നത് അത്രേ ഉള്ളൂ. ഇതിന്റെ ഉപയോഗം പോവും. രണ്ടുപേരുടെയിലും തോക്കുണ്ടെന്നുണ്ടെങ്കിൽ ആരാണ് പിന്നെ ഏറ്റവും വേഗത്തിൽ വെടിവെക്കാൻ അറിയുന്നവനെന്നുള്ളത് മാത്രമാണ് അതിനകത്ത്. വേറെ മെക്കാനിസം പിന്നെ ഇല്ല. അതുകൊണ്ട് അവരുടെ ശത്രുവിനെ നിരായുധനാക്കുന്നതിന് വേണ്ടി മാത്രം അറിയുന്ന സാധനം മാത്രമാണ്, അല്ലാതെ അവർ മര്യാദയുള്ളവരായി മാറിയിട്ടില്ല. ഇത്രയും നമ്മൾ അറിയണം. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ ലോകം എന്ന് പറയുന്നത് ലോകവ്യാപകമായി യുദ്ധം ഉണ്ടായിരുന്നത് എല്ലാ കൊച്ചു രാജ്യങ്ങളും വലുതാകുമ്പോൾ അടുത്ത രാജ്യത്തിന് ത്രെറ്റായിട്ട് വരുമെന്നറിയുന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഈ സ്പൈകളും എല്ലാം ഉണ്ടായത്. അങ്ങനെ ഉണ്ടായി ആ രാജ്യം വികസിക്കാതിരിക്കാനായിട്ട് അവിടെ പോയി അത് തകർക്കുക എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും പരസ്പരം ചെയ്തുകൊണ്ട്. രാജ്യങ്ങളെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന രാജ്യങ്ങളല്ലത്, രാജാക്കന്മാരുടെ രാജ്യമാണത്. ഒരു രാജാവിന് മറ്റുള്ളവരെ എന്നാൽ സ്വന്തം ജനതയും മറ്റുള്ളവരെയും കൊള്ളയടിച്ച് കൊട്ടാരം ഉണ്ടാക്കാനിരിക്കുന്നവന് മറ്റുള്ളവൻ വലുതായിട്ട് അവൻ്റെ മണ്ടേ കയറാതിരിക്കുന്നതിന് വേണ്ടി അവിടോട്ട് പോയിട്ട് ചെയ്യുന്നതാണ് യുദ്ധം. ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രചാരത്തിലുള്ള വളരെ പ്രശസ്തനായ ഒരു ബ്ലോഗർ, അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് ഓം എന്നായിരുന്നു ഇട്ടത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനം വന്നായിരുന്നു. ഇപ്പോൾ ആ ചർച്ചയിൽ സാർ ഞാൻ കണ്ടായിരുന്നു, കനി കുസൃതിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. സാറും ജയശ്രീ മാമും പരസ്പരം കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതിലും എല്ലാ അച്ഛനമ്മമാരെ പോലെ ജീവിക്കാത്തതിലും സൊസൈറ്റിയുടെ ചോദ്യങ്ങളുടെ മുന്നിൽ കനി ഒരുപാട് വിഷമിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ബുള്ളിയിങ് ഉണ്ടല്ലോ, കുട്ടികൾക്ക് പലപ്പോഴും ഈ ബുള്ളിങ് താങ്ങാൻ പറ്റാത്ത ഒരു ഏജിലായിരിക്കും ഈ ബുള്ളിങ് അവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കും. പക്ഷേ മൈത്രേയൻ എന്ന പിതാവ് കനി കുസൃതി ഇന്ന് ബഹുമിടുക്കിയായ ഒരു ആക്ട്രസ് ആണ്, പേഴ്സണാലിറ്റിയാണ്. അല്ല ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഈ അരങ്ങല്ല നിങ്ങളിങ്ങനെ വിഷമിച്ചു അല്ല, എന്റെ ചോദ്യം പൂർത്തിയായില്ല. അതായത് എങ്ങനെയാണ് ഈ സൈബർ ബുള്ളിങ്ങിനെ, സൈബർ ബുള്ളിങ് അല്ല, ഈ ബുള്ളിങ്ങിനെ ഒന്നും ഏൽക്കാതെ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ബുള്ളിങ്ങും വിഷമവും ഒക്കെ അനുഭവിച്ച കനി ജീവിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. സാർ എൻ്റെ ചോദ്യം ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ ചോദ്യം അങ്ങനെയല്ല, എൻ്റെ ചോദ്യം ഇങ്ങനെയാണ്. അതായത് ഈ ബുള്ളിങ് എല്ലാം ഏൽക്കാനും ഇതിനെയൊക്കെ എതിരിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും മൈത്രേയൻ എന്ന പിതാവ് കനി കുസൃതി എന്ന മകളെ എങ്ങനെയാണ് പ്രാപ്തിയാക്കി എന്നുള്ളതാണ്. മല കയറുമ്പം ഉരുണ്ടു വീഴുമെന്നറിയാം. മല കയറ്റാൻ പഠിപ്പിക്കുന്ന കുട്ടിയുടെ കാല് മുറിഞ്ഞു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അല്ല, ലോകത്ത് അവരെ സംരക്ഷിച്ച് യൂസ്ലെസ് ആയ മക്കളെ ഉണ്ടാക്കുന്ന ബോൺസായി പോലെ മക്കളെ ഉണ്ടാക്കുന്നവരുടെ യുക്തിക്കകത്ത് ആ ചോദ്യം നിൽക്കുന്നത്. വളരെ കടുത്ത ചലഞ്ചസ് നേരിടാൻ പഠിപ്പിക്കുന്നത് വഴിയാണ് അത് മറികടക്കുന്നത്. കനി കുട്ടിക്കാലത്ത് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1000 മടങ്ങ് കഴിവുള്ളവളായി അവർ മാറും. കാര്യം ചലഞ്ചാണത്. ജീവിതം ചലഞ്ചായിട്ട് കാണാതെ സംരക്ഷണത്തിൻ്റെ യുക്തികളിനകത്ത് ആൾക്കാരെ വളർത്തുമ്പം ഇവിടുത്തെ നമ്മുടെ പറച്ചിലുണ്ടല്ലോ പെണ്ണുങ്ങൾ, അങ്ങനത്തെ പെണ്ണുങ്ങളായി. സാർ, അടുത്തൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. അത് മണ്ടത്തരമാണെങ്കിൽ സാറെ ക്ഷമിക്കണം കേട്ടോ, കാരണം എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നത്. ഇപ്പോൾ അച്ഛനാവാനുള്ളൊരു ആഗ്രഹം ആണല്ലോ തീർച്ചയായിട്ടും കനി വന്നത്. അപ്പോൾ കനി മിടുക്കിയായിട്ടൊരു മകളായി സാറ് വളർത്തി. ഒരു അച്ഛനായി കഴിഞ്ഞതിന് ശേഷം മൈത്രേയൻ എന്ന വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. സാറിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു അപ്പൂപ്പനാവണം, ഒരു കൊച്ചുമോള് വേണം, അവളെ ലാളിക്കണം, അവളെയും ഇതേപോലെ കനിയെപ്പോലെ ഒരു മിടുക്കിയായ ഒരു പെൺകുട്ടിയായിട്ട് വളർത്തിയെടുക്കണം, സാറിന് വളർത്തിയെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം മതി. ആലോചിച്ചിട്ട് പോലും ഇല്ല. കനി എൻ്റെ മകളായി ഇരിക്കുമ്പോൾ അവളെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും എൻ്റെ ജീവന്റെ തുടർച്ച, എൻ്റെ ജനിതകം തുടരണമെന്ന് പറയുന്ന കൊതികളൊന്നും എങ്ങനെ ഉണ്ടായെന്നുള്ള അറിവുള്ള ആളാണ് ഞാൻ. ലോകത്തുള്ള ഏത് കുഞ്ഞിനെയും കനിയെ വളർത്തുന്ന പോലെ ഞാൻ ചെയ്യും. അത് കനി ആയതുകൊണ്ടല്ല അത് ചെയ്യുന്നത്. ഞാൻ വളർത്തിയ വേറെ കുഞ്ഞുങ്ങൾ ഈ നാട്ടിലുണ്ട്, അവർ കനിയെ പോലെ തന്നെയാണ് എനിക്ക്.